TP ചന്ദ്രശേഖരൻ വധക്കേസ് അറസ്റ്റുകൾ ഇങ്ങനെ പോയി ആ മുടക്കോഴി മലയിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് PC മോഹൻ മാസ്റ്ററിലേക്ക് വരെ എത്തി. അതായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വരെ തിരുവഞ്ചൂരിനെ മാറ്റി രമേശ് ചെന്നിത്തല വെച്ചു. പിന്നെ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചില്ല. 110 കരുണാകരൻ വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. 110 സീറ്റ്, ഒരു മാസമേ ഭരിച്ചുള്ളൂ കരുണാകരൻ, ഒറ്റ മാസം. VD സതീശൻ ടേം തികയ്ക്കുമെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജൻ കൊല്ലപ്പെട്ട സംഭവം രാജനെ കാണുന്നു. രാജൻ്റെ അച്ഛൻ ഈച്ചലുവാരിൽ മുഖ്യമന്ത്രിയായ അച്യുതമേനോനെ പോയി കാണും. അച്യുതമേനോൻ പറഞ്ഞു, ഞാൻ തോളത്തൊരു തോർത്തുവിട്ട് ഇറങ്ങണോ തൻ്റെ മകനെ അന്വേഷിച്ച്? ഇത്രയൊന്നും പിണറായി വിജയൻ ചെയ്തു. വാസ്തവത്തിൽ പാർട്ടിയുടെ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ഇവർ വിമർശിക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ മകളുടെ CMRL ബന്ധം അത് ദുരൂഹമായിട്ട് ഇപ്പോഴും തുടരുന്നു. മകൻ്റെ അമ്മായിയപ്പൻ വഴി ദുബായിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ AI ക്യാമറ അത് അഴിമതിയാണ്. നിങ്ങൾ സ്പ്രിങ്ക്ലർ ഇത് വെച്ചിട്ട് ഡാറ്റ ഫോറിൻ കമ്പനിക്ക് വിറ്റു. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം 80 വയസ്സുള്ള ഒരു കാർന്നോർക്കുള്ള ഒരു സാധാരണ മാടമ്പി സ്വഭാവമില്ല, അത് ചൂണ്ടിക്കാണിച്ചാണ് പിണറായി വിജയൻ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് EMS ആണ്. അതിന് കാരണം ഈ CPI ആണോ CPM ആണോ വലുത് എന്നുള്ള ചോദ്യമാണ്. നമസ്കാരം. പൊളിച്ചെഴുത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എനിക്കൊപ്പം പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകൻ, സംവാദകൻ ശ്രീ TG മോഹൻദാസ് ചേരുകയാണ്. സ്വാഗതം TG. ഭയങ്കര തമ്മിലടി നടക്കുക കേട്ടോ. പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ്റെ ശൈലി, പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അതിനെതിരെയൊക്കെ ഭയങ്കരമായ വിമർശനങ്ങൾ ഇങ്ങനെ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് 10 വർഷക്കാലം അടക്കി പിടിച്ചതൊക്കെ സഹാക്കൾ ഇങ്ങനെ പുറത്തേക്ക് ഒഴുക്കുകയാണെന്നൊരു ചോദ്യമുണ്ട്. പല നിരീക്ഷകരും പറയുന്നത് പിണറായിസത്തിൻ്റെ ഒരു അന്ത്യം അതാണോ എന്നും പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അതായത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അത്യാവശ്യം നന്നായി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആ മുഖത്ത് എല്ലാം തെളിഞ്ഞ് കാണാം. എങ്ങനെയാണ് TG നോക്കിക്കാണുന്നത്? അതേ, ഒരു മാതൃക കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ. വാസ്തവത്തിൽ മാതൃകയെക്കാളും വളരെ താഴെയാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. ശ്യാം, ഈ ലെനിൻ, സ്റ്റാലിൻ, ബ്രഷ്നേവ് ഇവരുടെയൊക്കെ പെരുമാറ്റം ആലോചിച്ച് നോക്കുക. അത് പിണറായി വിജയൻ്റെ ഇവർക്ക് കുറ്റം പറയുന്ന ധാർഷ്ട്യവുമായിട്ട് തട്ടിച്ച് നോക്കുക. പിണറായി വിജയൻ തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും ഒരു ജനാധിപത്യ പാർട്ടിയല്ല. ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളികളായത് ഭാരതത്തിൽ എളുപ്പത്തിൽ അധികാരം കിട്ടാൻ പറ്റിയ ഒരു തന്ത്രം എന്ന നിലയ്ക്കാണ് അവരിതിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ അവർക്കിതിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല. ചൈനയിൽ ഇതില്ലല്ലോ, പ്രതിപക്ഷ പാർട്ടികളില്ലല്ലോ, ഉത്തര കൊറിയയിലില്ല. അപ്പോൾ അവർ ബേസിക്കലി സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്നില്ല. അവർ ബേസിക്കലി ഈ പറഞ്ഞ നമ്മളൊക്കെ കാണുന്ന ഈ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവരും ഒരു ജനാധിപത്യം എന്ന് പറയും. അത് വേറൊരു അവരുടെ പാർട്ടിയുടെ ഏകാധിപത്യത്തെയാണ് അവർ ജനാധിപത്യം എന്ന് പറയുന്നത്, ജനകീയ ജനാധിപത്യം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ദൃഷ്ടിയിൽ വേണം പിണറായി വിജയനെ വിലയിരുത്താൻ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ പിണറായി വിജയൻ തങ്കപ്പെട്ട മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഈ ധാർഷ്ട്യം പോരാ എന്ന് പറഞ്ഞു വേണം ആ മനുഷ്യനെ കുറ്റപ്പെടുത്താൻ. ഈ ധാർഷ്ട്യത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അതാണ് അവരുടെ ശൈലി. നമ്പർ 2, ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ ആരും തന്നെ ഈ EMSനെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. ഇതിലൊക്കെ എത്രയോ വലിയ ധാർഷ്ട്യമായിരുന്നു EMSൻ്റെയും അച്യുതമേനോൻ്റെയൊക്കെ. ഇപ്പം ഇങ്ങനെ പാർട്ടിയുടെ ഒരു കൺവെൻഷൻ, ആ കൺവെൻഷനിൽ
അങ്ങേര് പ്രസംഗിക്കുമ്പോൾ ഒരാൾ എണീറ്റ് ചോദ്യം ചോദിക്കുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നിങ്ങേര് പറയുന്നു. വലിയ കാര്യമായിട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്നു. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കി, ഒരു പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാമോ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്ത്? അത് പാടില്ല. ഇത് പാർട്ടിയുടെ കൺവെൻഷനും കൂടെയാണ്. അതിൽ പാർട്ടിക്കാരനാണ് ചോദിക്കുന്നത്. പിന്നീട് അയാൾ പറഞ്ഞു, ഞാനൊരല്പം വെള്ളം അടിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് ചോദിച്ചു പോയത്, എനിക്ക് പരിഭവമൊന്നുമില്ല എന്ന് അയാൾ പറയുകയും ചെയ്തു. അതവിടെ കളയേണ്ട കാര്യമുള്ളൂ. പൊതുജനങ്ങളെ അത് ബാധിച്ച കാര്യമൊന്നുമല്ല. ബട്ട് അതങ്ങ് പൊലിപ്പിച്ച് വലുതാക്കി. പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്ന് പറയുമ്പോൾ, പിണറായി വിജയൻ്റെ ഭരണത്തിലെ നയങ്ങൾ, സമീപനങ്ങൾ ഇതെല്ലാം നന്നായിരുന്നു. ആകെ ശരീരഭാഷ മോശമായിപ്പോയി, വർത്തമാനം മോശമായിപ്പോയി, ധാർഷ്ട്യം വന്നു. ഇതൊക്കെയാണ് പരാതി. അതായത് ഓപ്റ്റിക്സ് മോശമായിപ്പോയി എന്ന് സാരം. ഭരണം നല്ല ഒന്നാന്തരം ഭരണമായിരുന്നു, പക്ഷേ ഓപ്റ്റിക്സ് മോശമായിപ്പോയി. ഇതാണോ പിണറായി വിജയനെതിരെയുള്ള യഥാർത്ഥ വിമർശനം? വാസ്തവത്തിൽ പാർട്ടിയുടെ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ഇവർ വിമർശിക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ മകളുടെ CMRL ബന്ധം അത് ദുരൂഹമായിട്ട് ഇപ്പോഴും തുടരുന്നു. അതിന് നിങ്ങൾക്കൊരു വ്യക്തത കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിൽ അഴിമതിയുണ്ട് എന്ന് പാർട്ടിക്കാർക്ക് പോലും സംശയമുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു പരാജയമാണ്. നിങ്ങളുടെ ഈ ക്യാമറ മേടിപ്പ് മകൻ്റെ അമ്മായിയപ്പൻ വഴി ദുബായിൽ നിന്നോ ഖത്തറിൽ നിന്നോ എങ്ങാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ AI ക്യാമറ അത് ഇതൊക്കെ. അത് അഴിമതിയാണ്. ഇതൊക്കെയല്ലേ ഇവർ ചൂണ്ടിക്കാണിക്കേണ്ടത്? നിങ്ങൾ സ്പ്രിങ്ക്ലർ ഇത് വെച്ചിട്ട് ഡാറ്റ ഫോറിൻ കമ്പനിക്ക് വിറ്റു. കോടതിയിൽ നിങ്ങൾ തട്ടാമുട്ടി പറഞ്ഞ് രക്ഷപ്പെട്ട് കാണും. ബട്ട് ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം 80 വയസ്സുള്ള ഒരു കാർന്നോർക്കുള്ള ഒരു സാധാരണ മാടമ്പി സ്വഭാവമുണ്ടല്ലോ, കല്യാണ പന്തലിലേക്ക് കിളവന്മാർ കാണിക്കുന്ന സ്വഭാവം, ആ കസരെടുത്ത് ഇങ്ങോട്ടിടുക, എന്നെ ആരും വകവയ്ക്കാത്തത് എന്താടാ, എനിക്ക് ദക്ഷിണ തരാത്തത് എന്താ, ആദ്യം എനിക്ക് വിളമ്പാത്തത് എന്താ, ഇങ്ങനെ ഈ മാടമ്പി സ്വഭാവം എല്ലാ കാർന്നന്മാർക്കും വയസ്സായി കഴിയുമ്പോൾ ഉള്ളതാണ്. പിള്ളേരൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊരു കോംപ്ലക്സ്, അതിനെ തുടർന്ന് അത് കേൾപ്പിക്കാനുള്ള ഒരു ആവേശം, ഇതൊക്കെ പ്രായത്തിൻ്റെ വികൃതികളാണ്. അത് ചൂണ്ടിക്കാണിച്ചാണ് പിണറായി വിജയനെ വിമർശിക്കുന്നത്. ഇനി അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അത് ഈ പാർട്ടിക്ക് ആവശ്യമുള്ള ഗുണവുമാണ്. അതാണ് ലെനിൻ, സ്റ്റാലിൻ, ക്രൂഷ്ചേവ് അവരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ക്രൂഷ്ചേവിൻ്റെ കാലത്ത് ക്രൂഷ്ചേവ് സ്റ്റാലിനെ ഒരുപാട് കുറ്റം പറഞ്ഞു, ഏകാധിപതി ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പോൾ ഇതുപോലെ പാർട്ടിയുടെ മീറ്റിംഗാണ്, ആരോ ഒരാൾ ചോദിച്ചു, നിങ്ങളുണ്ടായിരുന്നല്ലോ സ്റ്റാലിൻ്റെ കൂടെ, അന്ന് ഇതൊന്നും പറയാൻ ഞാൻ എന്താണ്? ക്രൂഷ്ചേവ് മേശപ്പുറത്ത് ഒരു അടി അടിച്ചിട്ട്, ആരാണ് ആ ചോദ്യം ഉന്നയിച്ചത്? എണീറ്റ് നിൽക്കുന്നു. ഒരു മനുഷ്യൻ എണീറ്റ് നിന്നില്ല. ക്രൂഷ്ചേവ് പറഞ്ഞു, ഇതുകൊണ്ടാണ് അന്ന് ഞാൻ ചോദിക്കാതിരുന്നത്. ഇപ്പം നിങ്ങൾ എന്നെ ഭയക്കുന്നില്ലേ, അതുപോലെ അന്ന് ഞാൻ സ്റ്റാലിനെ ഭയന്നിരുന്നു. ഇതാണ് പാർട്ടിയുടെ ഐഡിയൽ സെറ്റപ്പ്. അതുകൊണ്ടാണ് ലോകത്തിൽ ആദ്യമായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണെന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? മറ്റ് ഒരു സ്ഥലത്തും ഇവർ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടില്ല. വെട്ടിക്കൊന്നും തോക്കിനുള്ളിലൂടെയാണ് അധികാരത്തിൽ വന്നത്. അതാണ് ശൈലി, അതാണ് കറക്റ്റ്. അപ്പോൾ പിണറായി വിജയൻ കറക്റ്റ് അല്ലേ? എതിർക്കുന്നവരെ വെട്ടി നിരത്തുക, ഒതുക്കുക, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അതിൽ കുറവേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതിലും വലിയ പുണ്യവാളനുണ്ടായിരുന്നു. ആര്? C. അച്യുതമേനോൻ. അച്യുതമേനോൻ്റെ കാലത്താണ് അടിയന്തരാവസ്ഥ. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജൻ കൊല്ലപ്പെട്ട സംഭവം. രാജനെ കാണുന്നില്ല. രാജൻ്റെ അച്ഛൻ ഈച്ചലുകാർ മുഖ്യമന്ത്രിയായ അച്യുതമേനോനെ പോയി കാണുന്നു. എൻ്റെ മകനെ കാണാനില്ല, നാളെ കുറേയായി, കോടതിയിൽ കേസൊക്കെ എങ്ങനെയെങ്കിലും ചെയ്ത് അവനെ കണ്ടുപിടിക്കണം. അച്യുതമേനോൻ പറഞ്ഞു, ഞാൻ തോളത്തൊരു തോർത്തുവിട്ട് ഇറങ്ങണോ തൻ്റെ മകനെ അന്വേഷിച്ച്? ഇത് റെക്കോർഡഡ് ഹിസ്റ്ററിയാണ്. ഇത്രയൊന്നും പിണറായി വിജയൻ ചെയ്തോ? ആകെ പറഞ്ഞതെന്താ, സദസ്സിൽ നിന്ന് ഒരുത്തൻ ക്രമം തെറ്റിച്ച് ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ മകനെ കാണാത്ത അച്ഛൻ്റെ അടുത്ത് തൻ്റെ മകനെ അന്വേഷിച്ച് തോളത്ത് തോർത്തുവിട്ട് ഞാൻ ഇറങ്ങണോ എന്ന് ചോദിച്ചില്ല. അത് ചോദിച്ചത് മഹാപുണ്യവാളനായ C. അച്യുതമേനോനാണ്. അച്യുതമേനോൻ ഇപ്പോൾ കേരളത്തിൽ വലിയ മാന്യനല്ലേ?
സ്വർഗസ്ഥനല്ലേ. അച്യുതമേനോനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. സത്യം. മനുഷ്യസ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് അച്യുതമേനോൻ. പരമദുഷ്ടനായിരുന്നു അച്യുതമേനോൻ. നിങ്ങൾ ഈ 57-ലെ EMSൻ്റെ മിനിസ്ട്രി, അതിൽ നിയമസഭാ പ്രൊസീഡിങ്സ് എടുത്ത് നോക്കുക. നിയമസഭാ ലൈബ്രറിയിലുണ്ട്. ആ പ്രൊസീഡിങ്സ് വായിച്ചാൽ ഇവരുടെ ധാർഷ്ട്യം എന്താണെന്ന് മനസ്സിലാവും. EMSൻ്റെ അച്യുതമേനോൻ്റെ എല്ലാം. ഇവരൊക്കെ ആ മിനിസ്ട്രിയിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ല. പൊതുവെ പിന്നെയും ധാർഷ്ട്യം കുറഞ്ഞ ആളായിരുന്നു M.N. ഗോവിന്ദൻ നായർ, TV തോമസ് ഒക്കെ. അത് ബൈ നേച്ചർ അവർക്ക് ധാർഷ്ട്യം കുറവായതുകൊണ്ടാണ്, അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തതൊന്നുമല്ല. അത് വരില്ല. ഇതുപോലെ മുഖമടച്ച് ക്രൂരമായും മറുപടി കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് വേണമില്ല. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതില്ലാത്ത പാർട്ടിക്കാരാണ് ഈ ബഹളം വയ്ക്കുന്നത്. അതുള്ള പാർട്ടിക്കാർ ഇപ്പോഴും പിണറായി വിജയനെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ പിണറായിയുടെ ഭാഗത്ത്, കമ്മ്യൂണിസത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിണറായി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത തെറ്റിനെ പാർട്ടിക്കുള്ളിൽ ആരും വിമർശിക്കുന്നുമില്ല, പുറത്തും വിമർശിക്കുന്നില്ല. എല്ലാവരും പറയുന്നു ധാർഷ്ട്യം. ഇപ്പോൾ മീഡിയ ആയതുകൊണ്ട് കടക്ക് പുറത്ത് നിന്ന് അങ്ങനെ പറഞ്ഞു. അതിന് ശേഷമാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും ജയിക്കുന്നത് 21. അപ്പോൾ ഈ ധാർഷ്ട്യം എവിടെ പോയിരുന്നു? അപ്പോൾ ഇതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോൾ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ ചെയ്ത ദുഷ്പ്രവൃത്തി, ഈ സർക്കാർ കാണിച്ച അഴിമതി, ഇതൊന്നും ആരും പറയുന്നില്ല. ശരീരഭാഷ തെറ്റിപ്പോയി, കണ്ണാടിയിൽ നോക്കിയില്ല. ഒന്നാമത് ഈ ധാർഷ്ട്യം എന്നുള്ള വാക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എൻ്റെ അച്ഛൻ എന്നോട് ധാർഷ്ട്യം കാണിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു വിഷയമല്ല. അല്ലല്ല, എനിക്ക് വിഷയമല്ലാത്തിടത്തോളം കാലം എന്നോട് ധാർഷ്ട്യം കാണിച്ചു എന്ന് പറഞ്ഞ് നാട്ടുകാർ അച്ഛന് വോട്ട് ചെയ്യാതിരിക്കുന്നതിന്. പിണറായി വിജയൻ ധാർഷ്ട്യം കാണിച്ചു. 4 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അതിലെത്ര പേരോട് പിണറായി വിജയൻ ധാർഷ്ട്യം കാണിച്ചു? അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ശ്യാം നോക്കിക്കോളൂ, ഒരു ദിവസേ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിലോ പുറത്തോ ഇതിന് മറുപടി പറയും. ഈ സ്വാഭാവികമായിട്ടും ഈ നല്ല കമ്മ്യൂണിസ്റ്റ് എന്നൊരു നെറേറ്റീവും കൂടി വരുന്നുണ്ടല്ലോ. പിണറായി ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് അല്ല. അതപ്പോൾ സാറ് കൃത്യമായി തന്നെ അത് ലെനിനെ ചൂണ്ടിക്കാട്ടി തന്നെ അത് പൊളിച്ചെടുത്തത്. പക്ഷെ അവിടെ CPIയുടെ റോളും കൂടി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ബിനോയ് വിശ്വം കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു. CPI എല്ലാ കാലത്തും ഈ കളക്കളി കളിച്ചവരാണ്. CPI അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മാത്രമല്ല, ഇപ്പോഴും കേരളം വിട്ടുകഴിഞ്ഞാൽ CPM-ഉം CPI-യും കോൺഗ്രസിൻ്റെ കൂടെയല്ലേ. കോൺഗ്രസ്സിന് അടിയന്തരാവസ്ഥയിൽ എന്തെങ്കിലും ഖേദം തോന്നിയിട്ടുണ്ടോ ഇന്ന് വരെ? അവർക്ക് തോന്നിയിട്ടുമില്ല, ഇവർക്കും തോന്നിയിട്ടില്ല. ഇവർ CPI-യുടെ 1979-ലെ ഭട്ടിൻഡ കോൺഗ്രസ്, ആ കോൺഗ്രസ്സിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടാണ് ഇവർ കോൺഗ്രസ്സുമായിട്ടുള്ള കൂട്ടുവിട്ടിട്ട് CPM-ഉമായിട്ട് കൂട്ടുകൂടുന്നത്. അടിയന്തരാവസ്ഥയും കഴിഞ്ഞ് പിന്നെയും 2-2.5 വർഷം അതിൻ്റെ സുഖത്തിൽ അങ്ങനെ കഴിഞ്ഞവരാണ് CPI. എന്നിട്ട് ഇപ്പോൾ അവർ പുണ്യാളന്മാരും തമ്പുരാക്കന്മാരുമാണ്. ഒരർത്ഥവുമില്ല. വാസ്തവത്തിൽ CPI എന്നുള്ള പാർട്ടിക്ക് തന്നെ കേരളത്തിൽ പ്രസക്തിയില്ല. CPM ഉള്ളതുകൊണ്ടാണ് അവർക്ക് 4-5 സീറ്റിൽ ജയിക്കുകയും 2-3 മന്ത്രിമാരും ഒക്കെ ആയിട്ട് വലിയ ആൾക്കാരായിട്ട് നടക്കുന്നത്. വലിയ ബുദ്ധിജീവികളാണെന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല വാസ്തവത്തിൽ. നിശേഷം അവർ പോയി. അവർ പോയത്, അവർ കബളിപ്പിക്കപ്പെട്ടത് അവർ തന്നെ അറിഞ്ഞില്ല. 1964-ലാണല്ലോ പാർട്ടി പിളരുന്നത്. പാർട്ടി പിളർന്ന് 65-ൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് മാറ്റുരയ്ക്കുന്നത്. CPI ആണോ CPM ആണോ വലിയ പാർട്ടി എന്നുള്ള ചോദ്യം വോട്ടിനിടുന്നത് ആ തിരഞ്ഞെടുപ്പിലാണ്. ജനങ്ങൾ ആരുടെ കൂടെ? അന്ന് EMS നമ്പൂതിരിപ്പാട് രഹസ്യമായിട്ട് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടി. EMS പറഞ്ഞു, ഞാനുമായിട്ട് വോട്ട് ചെയ്യണം, നിങ്ങളുടെ അൺടച്ചബിലിറ്റി ഞാൻ മാറ്റിത്തരാം. ലീഗ് അതുവരെ അൺടച്ചബിളായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ. ലീഗിൻ്റെ സീതി സാഹിബും CH മുഹമ്മദ് കോയയും സ്പീക്കറായി. പക്ഷേ സ്പീക്കറാകുന്നതിന് ഒരു പ്രീ കണ്ടീഷൻ വെച്ചു കോൺഗ്രസ്. അന്ന് KPCC പ്രസിഡൻറ്റ് CK ഗോവിന്ദൻ നായരാണ്. CKG എന്ന് വിളിക്കും. CKGയുടെ പ്രീ കണ്ടീഷനായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുക, കക്ഷിരഹിതനാകുക, എന്നിട്ട് സ്പീക്കറായിക്കോളും. മുസ്ലിം ലീഗ് എന്നുള്ള പേരിൽ നിങ്ങളെ സ്പീക്കറാക്കാൻ പറ്റില്ല.
അക്സെപ്റ്റബിലിറ്റിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ലീഗ് ആ കണ്ടീഷന് തയ്യാറായിട്ട് മുസ്ലിം ലീഗിൽ നിന്ന് ഇവർ രാജിവെച്ചിട്ട് സ്പീക്കറായി. അതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം. കാരണം അവരെ മെയിൻ സ്ട്രീമിൽ, ഇപ്പോൾ BJP മെയിൻ സ്ട്രീമിൽ തൊട്ടുകൂടാത്തവരാക്കി നിർത്തിയിട്ടില്ലേ, അതിലും കഷ്ടമായിരുന്നു ഒരു കാലത്ത് ലീഗിൻ്റെ അവസ്ഥ. ആരും അവരെ തൊടുകയില്ല. EMS പറഞ്ഞു, ഞാൻ നിങ്ങളെ തൊടാം, എനിക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ മന്ത്രിസഭ ഉണ്ടാക്കിയില്ല. പക്ഷേ CPM ആണ് വലിയ പാർട്ടിയെന്ന് EMS എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഗവർണർ ഭരണത്തിൽ കടന്നു. 67 വീണ്ടും തിരഞ്ഞെടുപ്പ്. EMS ഐക്യമുന്നണി ഉണ്ടാക്കി ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ ആ മുന്നണിയിൽ ചേർത്തു. അങ്ങനെ ലീഗിന് അക്സെപ്റ്റബിലിറ്റി ഉണ്ടായി. പിന്നെ ലീഗ് UDFും LDFും മാറിയൊക്കെ നിന്നു. പിന്നീട് UDFിൽ അങ്ങ് ഉറച്ചു. അപ്പോൾ മുസ്ലിം ലീഗിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് EMS ആണ്. അതിന് കാരണം ഈ CPI ആണോ CPM ആണോ വലുത് എന്നുള്ള ചോദ്യമാണ്. CPIക്ക് ഈ കളി അന്ന് മനസ്സിലായെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. വാസ്തവത്തിൽ നേതാക്കന്മാർ ഭൂരിപക്ഷം CPIയുടെ കൂടെയായിരുന്നു എന്ന്. അണികളെ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിഞ്ഞുകൂടാതെ, പിന്നെ EMSൻ്റെ അത്രയും കുശാഗ്രബുദ്ധി ഇല്ലാത്തതുകൊണ്ടും ഒക്കെ അവർ പുറകിലായിപ്പോയി. പിന്നെ ഒരിക്കലും അവർക്കത് കവറപ്പ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റിയില്ല. മാത്രമല്ല 67 മന്ത്രിസഭയിലും CPIയെ EMS ചവിട്ടി. MN ഗോവിന്ദൻ നായരുടെയും TV തോമസിൻ്റെയും പേരിൽ അഴിമതി ആരോപണം വന്നു. അഴിമതി ആരോപണത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് EMS, അങ്ങനെയാണ് മലയാളികൾ പ്രഥമ ദൃഷ്ടിയ എന്ന സംസ്കൃത വാക്ക് മലയാളത്തിൽ കേൾക്കുന്നത് EMSൻ്റെ വായിൽ നിന്ന്. പ്രഥമ ദൃഷ്ടിയ ഇതിൽ കഴമ്പുണ്ട് എന്ന് EMS പറഞ്ഞു നിയമസഭയിൽ. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ മന്ത്രിസഭയിലിരിക്കുന്ന കാര്യമില്ല. അപ്പോൾ MN ഗോവിന്ദൻ നായരും TV തോമസിനും രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ വീണ്ടും CPI എതിർഭാഗത്ത് പോയി. പിന്നെ 80s 81 മറ്റാണ് CPI വീണ്ടും തിരിച്ച് LDFിലേക്ക് വരുന്നത്. ഇതാണ് CPIയുടെ ചരിത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി, ഇതുപോലെ മുസ്ലിം ലീഗ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും ഓരോ ചാട്ടത്തിനും ക്ഷീണിച്ച് വരികയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് CPI. അല്ല, അവിടെ ഈ നല്ല കമ്മ്യൂണിസ്റ്റ് ചീത്ത കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്ന DG സാറിന് എന്ത് തോന്നുന്നു? അല്ല, ഇതൊക്കെ അവരുടെ ഒരു നരേറ്റീവാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അയാൾ മനുഷ്യസ്നേഹിയാകാൻ പാടില്ല, പാർട്ടി സ്നേഹിയാകാവുള്ളൂ. അങ്ങനെയായിരുന്നു ലെനിനും സ്റ്റാലിനുമല്ല. സ്റ്റാലിൻ്റെ ഒരു ദിവസം സ്റ്റാലിൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഷൂ കാണുന്നില്ല കാലിലെ. അപ്പോൾ അവിടെയൊക്കെ നോക്കി കാണുന്നില്ല. പരിചാരകന്മാരോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ഷൂ കാണുന്നില്ല. ആര് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഓടി അവിടെ ഇവിടെയൊക്കെ നോക്കി. കുറേ കഴിഞ്ഞ് സ്റ്റാലിൻ തന്നെ കണ്ടുപിടിച്ചു ഷൂ ഇങ്ങനെ മേശയ്ക്കടിയിൽ അങ്ങേയറ്റത്ത് പോയി കിടക്കുക. തോണ്ടിയെടുത്തു. എന്നിട്ട് ഇവരെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഷൂ കിട്ടി, മേശയ്ക്കടിയിൽ തന്നെ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഷൂ മോഷ്ടിച്ച 8 പേരെ ഞങ്ങൾ പിടിച്ചു, അവർ കുറ്റവും സമ്മതിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാർ? ഇതായിരുന്നു സ്റ്റാലിൻ. ഇതാണ് നല്ല കമ്മ്യൂണിസ്റ്റ്. ഒരു മനുഷ്യത്വം ഉണ്ടാവാൻ പാടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രാഥമിക ലക്ഷണം. അതില്ലാത്ത, ഞാൻ അച്യുതമേനോൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ, മനുഷ്യത്വമുള്ള ഒരാൾ ഞാൻ ഇപ്പോൾ ശരി നമുക്ക് നോക്കാം കേട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം, പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ അച്ഛനെ ആശ്വസിപ്പിച്ച് വിട്ടാൽ മതി. അതിന് വരെ അങ്ങേരോട് തട്ടിക്കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മനുഷ്യത്വം ഇല്ലാഞ്ഞിട്ടാണ്. അങ്ങനെ ഇല്ലാത്ത ആളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. നല്ലതോ ചീത്തയോ എന്നുള്ളതിന് പകരം ട്രൂ കമ്മ്യൂണിസ്റ്റ് ആരാണ്? ഇതാണ് അവരുടെ പ്രശ്നം. ഈ പ്രതിപക്ഷത്തേക്ക് വരികയാണ് 10 വർഷത്തിന് ശേഷം CPMഉം LDFും. എങ്ങനെയായിരിക്കും TG അവരെ മുന്നിൽ? കാരണം ഇതുവരെ സർവ സൈന്യാധിപനായി എല്ലാ സുഖങ്ങളോടും കൂടി ജീവിച്ച ഒരു CPM ഇനി പ്രതിരോധിക്കാൻ പോവുകയാണ്. TG സാർ എന്താണ് CPIൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രതിരോധിക്കാൻ അവരുടെ കയ്യിൽ ഇപ്പോഴും ആളുണ്ട്, കാശുണ്ട്. കാശ് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ പിണറായി വിജയൻ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്, ഇവർക്കെല്ലാം കൊടുത്തിട്ടുമുണ്ട്. പിണറായി വിജയന് സംഭവിച്ച ഒരബദ്ധം ഈ പിൻവാതിൽ നിയമനം നടത്തുമല്ല. ഒരുപാട് DYFIക്കാർക്കൊക്കെ പിൻവാതിൽ നിയമനം കൊടുത്തു. ഈ കൊടുക്കുമ്പോൾ ഉള്ള കുഴപ്പം, നമ്മളിപ്പോൾ നമ്മുടെ പാർട്ടിയിൽ 15 പേരുണ്ട്, അതിലൊരുത്തനെങ്കിലും ഒരുത്തൻ നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് ജോലി കൊടുത്തു കഴിഞ്ഞാൽ
അത് പാർട്ടിക്കുള്ളിൽ പ്രശ്നമാകുകയാണ് ചെയ്തത്. ആർക്കും കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ബാക്കി 14 പേര് അസംതൃപ്തരാകും. കുറച്ച് ദിവസം അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. 6 മാസമായി, 1 കൊല്ലമായി, അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ റിബൽസായിട്ട് മാറും. ഇതാണ് പിണറായി വിജയന് പറ്റിയ ഒരു അപകടം. ഇത് ഗൗരിയമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കെ സി വേണുഗോപാൽ MLA ആയിരുന്നു ആലപ്പുഴ, ഗൗരിയമ്മ അരൂർ MLA. കെ സി വേണുഗോപാൽ സൗജന്യമായിട്ട് ആടിനെ കൊടുത്തു കുറച്ച് പേർക്ക്. അപ്പോൾ ഗൗരിയമ്മയുടെ അടുത്ത് പാർട്ടിക്കാരെല്ലാം ഓടിച്ചെന്ന് പറഞ്ഞു, അങ്ങേരെ ആടിനെയൊക്കെ കൊടുത്തു ആലപ്പുഴയിൽ, നമ്മൾ കോഴിയെങ്കിലും കൊടുക്കണ്ടേ കുഞ്ഞമ്മ എന്നാണ് അവരെ വിളിക്കുന്നത്. കുഞ്ഞമ്മ കൊടുക്കണ്ടേ? കുഞ്ഞമ്മ പറഞ്ഞു, ഇവിടെ കൊടുക്കരുത്, കൊടുത്താൽ അത് നാളെ വലിയ പരാതിയാണ്, അവനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, വേണു നോയിക്കോ. ആ ആടിന് എന്തെങ്കിലും അസുഖമോ പണ്ടാരോ വന്നു കഴിഞ്ഞാൽ ഇവൻ കള്ളത്തരം കാണിച്ചതാണ്, അസുഖം വന്ന ആടിനെയാണ് എനിക്ക് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെല്ലാം കൂടെ വാൻപാള്. ഇത് തന്നെ സംഭവിച്ചു. ഗൗരിയമ്മ പറഞ്ഞു, കോഴിയെ കൊടുത്തു കഴിഞ്ഞാൽ അത് വസന്ത പിടിച്ച കോഴിയായിരുന്നു, ഗൗരിയമ്മ മനഃപൂർവ്വം ചെയ്തതാണ്, എനിക്ക് നല്ല കോഴി, ആ മറ്റേ കോഴി 15 മുട്ട ഇടുന്നു, എൻ്റെ കോഴി മുട്ട ഇടുന്നേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കച്ചറയാവും. സോ നിങ്ങൾ ഈ ഡോൾസ് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം, കൊടുത്താൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും. ഇത് പിണറായി വിജയൻ്റെ കാര്യത്തിലും സംഭവിച്ചു. ഉദാരമായിട്ട് ഇദ്ദേഹം പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാട് നടത്തി. അതിൽ ഈ വാചകമടിച്ച് കമ്മ്യൂണിസ്റ്റായിട്ട് സാംസ്കാരിക നായകൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. പ്രൊഫസറായിട്ട്, അതായിട്ട്, ഫ്രീ ആയിട്ട് PhD, വാഴക്കൊല PhD എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ. ഇത് കിട്ടാത്ത ജെനുവിൻ ആൾക്കാരുണ്ട്, അവർക്ക് നേരെ PSC വഴിക്കും കിട്ടുന്നില്ല, പിൻവാതിൽ നിയമനം വാങ്ങിച്ചെടുക്കാനുള്ള സാമർഥ്യമില്ല. കാരണം അവരെക്കാൾ നല്ല കമ്മ്യൂണിസ്റ്റുകൾ വന്നിരിക്കുന്നു. കാരണം ഈ അഭിനയത്തിനൊരു കഴിവ് വേണമല്ലോ ഇതിലൊക്കെ. അപ്പോൾ ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്ന ആൾ ഇന്നിപ്പോൾ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റായിട്ട് അയാൾക്കിതിൻ്റെ ഇഡിയംസൊക്കെ അറിയാം, ഈ വാക്കുകളൊക്കെ അറിയാം. തൊഴിലാളി വർഗ സർവാധിപത്യം, ഇടതുപക്ഷ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് സംസാരിക്കാനൊക്കെ അറിയാം. ഇയാൾ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിടിച്ച് വൈസ് ചാൻസലറാക്കി. അങ്ങനെ ഈ കൂറോടെ കൂടി നിന്നവർ, അവർക്ക് കിട്ടാത്ത സ്ഥാനങ്ങൾ പുത്തൻകൂറ്റുകാർക്ക് കിട്ടി എന്നൊരു പരാതി, അതൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്നതാണ്. അത് മാനേജബിൾ ലിമിറ്റിൽ നിർത്താൻ പിണറായി വിജയന് സാധിച്ചില്ല. കാരണം വർഷം 10 ആയില്ല, 10 വർഷമായി ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കയറി പിടിച്ചിട്ട് മന്ത്രിമാരെ അവരെ ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ അവരുടെ ഫ്രെയിം വർക്കിലേക്ക് അങ്ങ് കുങ്കി ആനകൾ ചേർന്ന് മറ്റേ ആനയെ ഇടിച്ച് നേരെയാക്കുന്ന പോലെ അങ്ങാക്കും. അതിൽ അങ്ങ് പെട്ടുപോയി. അതൊക്കെയാണ് പാർട്ടിക്ക് സംഭവിച്ച പരാജയത്തിൻ്റെ കാരണം. പക്ഷേ പാർട്ടി അതൊന്നും നോക്കുന്നില്ല. അവരിപ്പോൾ അവരുടെ ഒരു ടാർഗറ്റ് പിണറായി വിജയനെ ധാർഷ്ട്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചാക്കുക. അപ്പോൾ അത് ശരിയാണ്, നടക്കട്ടെ. ബട്ട് അങ്ങേര് പൂർവാധികം ഭംഗിയായിട്ട് പാർട്ടിയുടെ തലപ്പത്ത് അങ്ങേര് തന്നെ ഇരിക്കും. ഈ പറയുന്ന വാചകമടിക്കാരെ ഒന്നും അന്ന് കാണില്ല. ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അങ്ങേരായല്ലോ. അപ്പോൾ അതിന് ഇവർ പറയുന്നത് പോളിറ്റ് ബ്യൂറോയിൽ 10 അംഗങ്ങളുടെ പിന്തുണയാണ്, 7 അംഗങ്ങൾ എതിർത്തു. ശരി, എന്തുമായിക്കോട്ടെ, 10 ഭൂരിപക്ഷമല്ലേ അങ്ങേർക്ക്. കാരണം ഈ പോളിറ്റ് ബ്യൂറോ ചായ കുടിക്കുന്നത് ഇങ്ങേരുടെ കാശ് വെച്ചിട്ടാണ്. അത് കൂടുന്നത് ഡൽഹിയിൽ കൂടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എവറിതിങ് ഈസ് ഫ്രം ഡയറക്റ്റഡ് ഫ്രം കേരള. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് ഇമ്മീഡിയറ്റ് ഭീഷണിയൊന്നും പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് നേടിക്കൊണ്ട് പോകും. അങ്ങേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പ്രാപ്തിയുള്ള ആരും ഇപ്പോൾ പാർട്ടിയിലില്ല. സാംസ്കാരിക നായകന്മാരെ പറ്റിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇടതുപക്ഷം തകരാതിരിക്കാൻ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് എന്താ പറയുക, നാടൊട്ടുക്കും പ്രസംഗിച്ച് നടന്ന സാംസ്കാരിക നായകന്മാരെയൊക്കെ കണ്ടു ഈ ഇലക്ഷനിൽ. അല്ല, അത് സച്ചിദാനന്ദനും എം മുകുന്ദനൊക്കെ ഇറക്കിയൊരു നമ്പറാണ്. അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത്തവണ UDF വരും, പക്ഷേ LDF വരാനൊരു സാധ്യത ഉണ്ടെങ്കിലും വന്നെങ്കിലോ. അപ്പോൾ തുടർഭരണം ദോഷം ചെയ്യും, അതുകൊണ്ട് ഇടതുപക്ഷം നന്നാവാൻ വേണ്ടിയിട്ട് ഒരു തവണ ഭരണം പോയാലും വിരോധമില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവരുടെ എന്നുള്ളത്. ഇടതുപക്ഷത്തോടാണ് കൂറ് എന്നവർ പ്രഖ്യാപിക്കുന്നു. എന്നാലും ചിലപ്പോൾ ഇത്തവണ ഭരണം പോയി എന്ന് വരും കേട്ടോ എന്ന് ഒരു മുന്നറിയിപ്പ്. ഈ ഒരു സേഫ് കളിയാണ് അവർ കളിച്ചത്. അപ്പോൾ അത് UDFന് വലിയ ആഘോഷമായിട്ട് തോന്നി. UDF പൊട്ടന്മാരായതുകൊണ്ട് ഇവരെ
ഇനി UDF വേണമെങ്കിൽ സാഹിത്യ സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കും. പ്രത്യേകിച്ചും VD സതീശൻ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. കോൺഗ്രസിൻ്റെ അപജയം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരില്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് മുഴുവൻ. അപ്പോൾ കോൺഗ്രസ്സിൽ ഞാൻ വന്നും പോയും ഒരാളിപ്പോൾ കോൺഗ്രസ് ഉള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ബാക്കി കോൺഗ്രസ്സൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോൾ VD സതീശൻ പരസ്യമായിട്ട് പറയുമല്ല, ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, സോഷ്യലിസ്റ്റ്. ഇത് പറയാത്ത കോൺഗ്രസ്സുകാരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അങ്ങേരെ പിടിച്ച് സ്പീക്കറുമാക്കി. മിണ്ടാതിരിക്കുക. സ്പീക്കർ എന്ന പേരും മിണ്ടാൻ നിവൃത്തിയില്ല താനും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നല്ല ഏബിൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളിയെ മാറ്റിയത്. പുള്ളിയെ ഇപ്പോഴല്ല മാറ്റുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നോക്കുക. TP ചന്ദ്രശേഖരൻ വധക്കേസ് അറസ്റ്റുകൾ ഇങ്ങനെ പോയി ആ മുടക്കോഴി മലയിൽ നിന്ന് ആൾക്കാരെ പിടിച്ച് PC മോഹനൻ മാസ്റ്ററിലേക്ക് വരെ എത്തി. അതായത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വരെ എത്തി. തിരുവഞ്ചൂരിനെ മാറ്റി രമേശ് ചെന്നിത്തലയെ വെച്ചു. പിന്നെ പ്രതികളുടെ എണ്ണം വർദ്ധിച്ചില്ല, അവിടെ വെച്ച് പ്രതികളുടെ എണ്ണം തീർന്നു. അതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരത്തിന് വാശി പിടിച്ചതും കോൺഗ്രസ് കൊടുത്തതും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സംഭവത്തിലുണ്ട്. എന്തുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മാറ്റി? കാരണം ഏത് വകുപ്പിലിട്ട് കഴിഞ്ഞാലും ഇതുപോലത്തെ കോടാലികൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. റവന്യൂ ആണോ വനമാണോ? അപ്പോഴാണ് ഈ ഹാരിസൺ മലയാളം കേസ് വരുന്നത്. 5.5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഒരു 6 ബെനാമി കമ്പനികൾ കൈവശം വെച്ചിരിക്കുന്നത്. രാജമാണിക്യം റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു. ആ കേസ് ഫൈറ്റ് ചെയ്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. സുശീല ഭട്ട് എന്ന് പറഞ്ഞ് വക്കീൽ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ വെച്ച് സുശീല ഭട്ടിനെ ഇടയ്ക്ക് മാറ്റി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വെച്ച് മന്ത്രിസഭാ തീരുമാനമാക്കി മാറ്റി. സുശീല ഭട്ട് വിൽ ബി ദ കൗൺസിൽ ഫോർ ദിസ് കേസ്. സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറലാണ് തീരുമാനിക്കുന്നത് വക്കീലന്മാരെ ഏതൊക്കെ കേസ് ഏതൊക്കെ വക്കീലന്മാർ. ആദ്യമായിട്ടാണ് മന്ത്രിസഭ തീരുമാനിക്കുന്നു ഒരു കേസ് ഇന്ന വക്കീൽ വാദിക്കണം. തിരുവഞ്ചൂരിൻ്റെ വാശിയായിരുന്നു. മന്ത്രിസഭാ തീരുമാനം അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അട്ടിമറിക്കും. അപ്പോൾ മന്ത്രിസഭാ തീരുമാനം അട്ടിമറിക്കണമെങ്കിൽ വീണ്ടും ഒരു മന്ത്രിസഭാ തീരുമാനം വേണം. അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വരെ സുശീല ഭട്ടിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് കേസ് വാദിപ്പിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ പിണറായി വന്നു കഴിഞ്ഞപ്പോൾ രാജമാണിക്യം റിപ്പോർട്ട് എടുത്തിട്ട് ഭരണത്തിൽ വെച്ചു. ഇതൊക്കെയാണ് നടന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ VD സതീശൻ്റെ പ്രകടനവും എല്ലാം UDF പ്രകടനം പോലെ ഇരിക്കും. ഇതിപ്പോൾ 102 സീറ്റല്ലേ ഉള്ളൂ. 110 കരുണാകരൻ വന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. 110 സീറ്റ്. ഒരു മാസമേ ഭരിച്ചുള്ളൂ കരുണാകരൻ, ഒറ്റ മാസം. 102 സീറ്റൊന്നും കോൺഗ്രസ്സിന് വലിയ കാര്യമൊന്നുമല്ല. അവർ മുഖ്യമന്ത്രിയെ മാറ്റാൻ തീരുമാനിച്ച 110 മാറ്റിയ ആൾക്കാർ 102 വെറുതെ ഇരിക്കാൻ പോകുന്നു. മാത്രമല്ല 45 പേര് വ്യക്തമായിട്ടും KC വേണുഗോപാലിൻ്റെ ആൾക്കാർ നിൽക്കുമ്പോൾ VD സതീശൻ ടേം തികയ്ക്കുമെന്ന് പോലും എനിക്ക് വിശ്വാസമില്ല. ഇപ്പോഴത്തെ ഈ എന്താ പൂക്കി എന്നൊക്കെ പറയുന്ന ഏർപ്പാടിനൊക്കെ അല്പായുസാണ്. അതൊക്കെ വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ 10 ദിവസം കളിക്കാനുള്ള കാര്യം. ഇതൊക്കെ വെൻ കംസ് ടു റിയൽ അഡ്മിനിസ്ട്രേഷൻ വന്നു കഴിയുമ്പോൾ യു വിൽ സി കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ തനിനിറം പുറത്തു വരും. നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി ശ്രീ TG മോഹൻദാസ് സാർ. അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം, അതിനങ്ങ് ഒരു പെട്ടെന്നൊരു ഉത്തരം നൽകണം. ഈ 10 വർഷത്തെ പിണറായി വിജയന് മുഖ്യമന്ത്രി നിലയിൽ ശ്രീ TG മോഹൻദാസ് എത്ര മാർക്ക് കൊടുക്കും? ഞാൻ 5 മാർക്ക് കൊടുക്കും. കട്ട്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊളിച്ചെഴുത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. തത്സമയ സമകാലീന വിഷയങ്ങളിലെ പ്രതികരണവുമായി TGക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.